ലോക്സഭാ അംഗം അതുപോലെ തന്നെ പ്രവർത്തന സമിതി അംഗവുമായിട്ടുള്ള പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിലാണ് സംസ്ഥാന നേതൃത്വം തരൂരിനെ കാണുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും വിമർശനത്തിലാണ്. അത് പാർട്ടിയുടെ പേരിലാണെങ്കിലും മറ്റെന്തിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് വേറൊരു രീതിയിൽ വളച്ചൊടിക്കാനാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് തരൂരിൻ്റെ ചില പരാമർശങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിന് ഈ വരുന്ന ഇലക്ഷനിൽ, അതായത് 2026 വരുന്ന ഇലക്ഷനിൽ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ നിയോഗിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട്, അദ്ദേഹം മുഖ്യമന്ത്രി ആവണം എന്നുള്ളൊരു നിലപാടിനോട് സൂര്യ എങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്? അതിനോട് നമ്മളിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടീനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു തർക്കം നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും ആ ഒരു കസേരേനെയാണ് നോട്ടമിട്ടിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് ഇതുപോലെ ശശി തരൂരിൻ്റെ ഒരു പരാമർശം ഇപ്പം അദ്ദേഹവും മുഖ്യമന്ത്രി കസേര തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അതായത് നമുക്കൊരു കുറച്ച് മുന്നത്തെ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ആള് നമ്മുടെ LDF ഭരണകൂടത്തിനെ കുറിച്ചിട്ട് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മോദി സർക്കാരിനെ അനുമോദിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ അകത്ത് തന്നെ ആൾക്ക് മറ്റൊരു രീതിയിൽ ചായ്വുണ്ട് എന്ന് പറയുന്ന വിവാദം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വേറൊരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തൊരു അഭിമുഖമായിരുന്നു ഇത്. അത് ഇൻഡയറക്റ്റ് വേയിലൂടെയാണ് പറയുന്നതെങ്കിൽ കൂടിയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാരാംശം ഇതുപോലെ മുഖ്യമന്ത്രി ആയാൽ, താൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നിർത്തിയാൽ മാത്രമേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മുടെ കോൺഗ്രസ്സിന് കിട്ടൂ എന്ന രീതിയിലായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ആളുടെ ഒരു പേഴ്സൺ വെച്ച് നോക്കുമ്പോൾ ആൾ നല്ലൊരു മനുഷ്യനാണ്, എല്ലാ രീതിയിലും അറിവുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ആളൊരു മുഴുവൻ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. പിന്നീട് ഈ നമ്മുടെ മൻമോഹൻ സിംഗും അവരൊക്കെ വിളിച്ചിട്ടാണ് ആൾ പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ലണ്ടനിലായിരുന്ന ആൾ ഇങ്ങോട്ടേക്ക് വന്ന് രാഷ്ട്രീയത്തിലേക്ക് ചേരുന്നത്. അപ്പോൾ അത്രയ്ക്ക് രാഷ്ട്രീയമേ എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ രാഷ്ട്രീയം എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അറിയാവുന്ന ഒരു ആളായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ആൾക്കൊരു മുഖ്യമന്ത്രി ആവാനുള്ളൊരു എല്ലാം ഉണ്ട്, എല്ലാ തരത്തിലും ഉണ്ട്. പക്ഷേ നമ്മൾ രാഷ്ട്രീയത്തിൽ മുന്നേ നിന്നിട്ടുള്ള ആൾക്കാർ, എക്സ്പീരിയൻസ്, ബാക്കിയുള്ളവരെ എങ്ങനെ മാനേജ് ചെയ്യണം, രാഷ്ട്രീയത്തിലെ ചടുലമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് അവർ തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്ന കാര്യത്തിൽ പിന്നീട് പറയുന്നുണ്ട്, മുഖ്യമന്ത്രി ആവണം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം നൽകിയില്ലെങ്കിൽ എനിക്ക് എൻ്റെതായ വഴി തിരഞ്ഞെടുക്കേണ്ടി വരും എന്ന് പറയുന്നതും വേറൊരു രീതിയിൽ വളച്ചൊടിക്കുന്ന കുറച്ച് പേരുണ്ട്. നമ്മൾ എന്ത് പരാമർശം പറയുകയാണെങ്കിൽ അത് ഏത് നല്ല രീതിയിലാണെങ്കിലും അതിനെ വളച്ചൊടിക്കാൻ ഒരു പറ്റം സമൂഹത്തിൽ ഒരു പറ്റം ആളുകൾ ഉണ്ട്. രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലാതെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച് വേറൊരു വിധത്തിലാക്കുന്ന ഒരുപാട് ഇപ്പൊ സമൂഹത്തിൽ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെ അഭിപ്രായം നമ്മൾ എന്തെങ്കിലും ഒരു ത്രെഡ് ഇട്ട് കൊടുത്താൽ അതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞ് അതിൽ നിന്ന് ഒരു ഫേമസ് ആവുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി അത് തന്നെയാണ് തോന്നിയത്. കാരണം ശശി തരൂർ എന്ന് പറയുന്ന ഒരു MP ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമല്ല അവർ വേറൊരു രീതിയിലേക്ക് പറഞ്ഞുണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LDFനെയൊക്കെ നമ്മൾ പ്രശംസിച്ചത് അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യത്തിനെയാണ് പ്രശംസിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട് ഈ എപ്പോഴും പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് എപ്പോഴും വിമർശിച്ചുകൊണ്ട് തന്നെ നിൽക്കേണ്ട ഒരു പാർട്ടി എന്നല്ല. എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നല്ലതാണെന്ന് അംഗീകരിക്കുകയും എന്തെങ്കിലും തെറ്റ് കണ്ടാൽ വിമർശിക്കുകയും ചെയ്യേണ്ടവരാണ് പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത്. അല്ലാതെ വിമർശിച്ചുകൊണ്ട് മാത്രം നിൽക്കേണ്ടതല്ല. അപ്പോൾ അതുപോലെ ഒബ്വിയസ്ലി അദ്ദേഹം ഇതുപോലെ നല്ല കാര്യങ്ങൾ കണ്ടപ്പോൾ അതിനെ അനുമോദിച്ചതാണ്. അതിന് നെഗറ്റീവ്സ് കാണുന്നവർ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, അതിനെ നെഗറ്റീവ് സൈഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് LDFലോട്ടാണ് ചായ്വെന്ന് പറയും, അല്ലെങ്കിൽ മോദിനെയാണ് ഇഷ്ടം, BJPയിലേക്ക് പോകാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി തന്നെ നിർത്തിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതും വേറെ രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട്. എന്താണ് BJPയിലേക്ക് പോകാനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അല്ല. അദ്ദേഹം മുന്നേയും BJPക്കാരെ വിമർശിച്ചിട്ടുണ്ട്, വിമർശിക്കേണ്ട സമയങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും അദ്ദേഹം BJPയിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അയാളൊരു ഒരിക്കലും CPMലോട്ടും അദ്ദേഹം പോകാനുള്ള ചാൻസ് ഇല്ല. കാരണം അദ്ദേഹം ഇത്രയും കാലം ഉറച്ചു നിന്നത് ഈ ഒരു പാർട്ടിയിൽ മാത്രമാണ്. പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിനു മുമ്പേയും പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പോവായിരുന്നു. പക്ഷെ ഇങ്ങനെ പല വിവാദങ്ങളും ഇദ്ദേഹത്തിനെതിരെ വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ
കേരള രാഷ്ട്രീയത്തിൽ തന്നെ നമ്മളിപ്പോൾ എതിർ പാർട്ടിയാണെങ്കിലും എന്താ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ അവരെ വിമർശിക്കുക എന്ന് പറയുന്നത് എന്താ നല്ലൊരു കാര്യമല്ല എന്ന രീതിക്കാണ് ഓരോ പാർട്ടികളും എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പാർട്ടിയിലാണെന്ന് വിചാരിച്ച് മറ്റൊരു പാർട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മൾ എതിർ പാർട്ടിക്കാർ കുത്തി നമ്മളത് അങ്ങനെ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ തെറ്റാണെന്നുള്ള രീതിയിൽ എപ്പോഴും കാണേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇദ്ദേഹം നല്ലൊരു തീരുമാനം എടുത്തു അല്ലെങ്കിൽ നല്ലൊരു മറുപടി പറഞ്ഞതിന് ഇങ്ങനെ വിമർശിക്കേണ്ട ഒരു തരത്തിലുള്ള ആവശ്യങ്ങളും ഇല്ല. നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും. അയാളുടെ ഒരു എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ആളുടെ ഒരു വിവരം, ആള് ലോകം കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് എന്തൊക്കെ വേണമെന്ന് ആൾക്കറിയാം. ആളത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരോട്. അപ്പം അങ്ങനെ കേരളം കണ്ടിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും എന്താണ് നമുക്ക് വേണ്ടത്. അതുവരെയായിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ ആളൊരു ബെറ്റർ പേഴ്സൺ ആണ്. അപ്പം എന്തായാലും നല്ലൊരു നേതാവ് അദ്ദേഹം തന്നെ ആയാണ്. പക്ഷെ നമ്മൾ വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺഗ്രസിൽ നിന്ന് തന്നെ വരുന്ന കുറച്ച് പേരൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. അതിൽ മിക്കതായിട്ട് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഇദ്ദേഹം ഇപ്പോൾ ജയിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് എം പി ആയിട്ട് ജയിക്കാൻ നേരത്ത് കൂടുതൽ വോട്ട്സ് കിട്ടിയത് മുസ്ലിം ലീഗും അല്ലെങ്കിൽ BJP തോൽപ്പിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ കൂടുതലായിട്ട് കോൺഗ്രസിന് കൊടുത്ത് ജയിച്ചതാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഈ ഒരു പേഴ്സണെ മാത്രം നോക്കി വോട്ട് ചെയ്തവരല്ല. BJP ജയിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിന് വോട്ട് കൊടുത്തതാണ്. അപ്പൊ ഇദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് മുഖ്യമന്ത്രിയായി വരുമോ എന്നുള്ളതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അദ്ദേഹത്തിന് മാത്രമായിട്ട് വോട്ട് ജനങ്ങൾ കൊടുക്കുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തിനെ എന്ത് വിശ്വസിച്ച് BJP മുഖ്യമന്ത്രി ആക്കും എന്നുള്ളൊരു രീതി, അദ്ദേഹത്തിന് വോട്ട് കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതപ്പം നമ്മൾ എല്ലാ വർഷവും ചിന്തിക്കണം. പിന്നെ വേറൊരു കാര്യം വരുന്നത്, അദ്ദേഹം എപ്പോൾ നോക്കിയാലും നമ്മുടെ തലസ്ഥാനത്ത് ഉണ്ടാവാറില്ല. എപ്പോഴും കേന്ദ്രം അവിടെയാണ് എപ്പോഴും അദ്ദേഹം നിൽക്കാറ്. ഇവിടെ ആയിട്ടൊരു ബന്ധമില്ല എന്നുള്ളൊരു രീതിക്കും വരുന്നുണ്ട്. പക്ഷെ ഒരുപാട് കാലമായിട്ട് അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ കൂടെ നമ്മളെ അദ്ദേഹത്തെ കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇങ്ങനെയുള്ളതിൽ. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനെയാണ് നമ്മുടെ കേരളത്തിന് വേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ അഭിപ്രായങ്ങളാണ് നമുക്ക് എപ്പോഴും പറയേണ്ടത്. മറ്റുള്ള എന്താ പറയുക രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് അവരെല്ലാവരും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രമേ കാണാൻ ശ്രമിച്ചിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ അറിഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളാണെങ്കിലും. ഇദ്ദേഹം മറ്റൊരു പാർട്ടിയെ അവർ ചെയ്ത നല്ല കാര്യത്തെ നല്ലത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ നേതാവിനെയല്ലേ ശരിക്കും നമുക്കൊരു കേരള സമൂഹത്തിന് വേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു രാഷ്ട്രീയപരമായി മാത്രം കാണരുത്, ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യരുത് എന്ന്. അത് നമ്മളൊരു വ്യക്തിയും കൂടെയാണ്. നമുക്കൊരു നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയണം, എക്സ്പ്രസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരാളെ കോംപ്ലിമെന്റ് ചെയ്യുന്നത് പോലെ തന്നെ നല്ല കാര്യങ്ങൾ കണ്ട് അത് കോംപ്ലിമെന്റ് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിന് ഇത്രയും മാത്രം വിമർശനം നേരിടേണ്ടി വരുന്നത് ഖേദകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ വീണ്ടും ആ മുഖ്യമന്ത്രി കസേര എന്നൊരു പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ചിഹ്നമാണ്. അതിലിപ്പോൾ VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും പ്രതിപക്ഷ നേതാക്കൾ ഒരുപാട് പേരുണ്ട് ഈ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ട് നോട്ടമിടുന്നവര്. കാരണം ഇപ്പോൾ ഒരു തുടർച്ചയായിട്ട് പിണറായി സർക്കാരാണ്. അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇട്ട് UDF വരികയാണെങ്കിൽ അവിടെ ഇനി ആരായിരിക്കും മുഖ്യമന്ത്രി കസേര അലങ്കരിക്കുക എന്ന് പറയുന്നത് വേറൊരു ചാൻസ് എന്ന് പറയാനാണ്. കാരണം 2 പ്രാവശ്യം ഈ ഒരു സർക്കാർ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസിനാണെങ്കിലും ഉറപ്പാണ്. അതുകൊണ്ടാണ് എല്ലാവരും മുഖ്യമന്ത്രി കസേര എന്നുള്ളൊരു ഇതിലോട്ട് ഇപ്പൊ ഒരു ചാഞ്ചാട്ടം വരുന്നത്. ഈ കോൺഗ്രസിൽ ഇത്തരം പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് CPM-കാർ എന്ത് ചെയ്യും, മുതലെടുക്കുകയാണ് ചെയ്യുക. ആ വിഷയത്തെ അവരുടെ പാർട്ടി അംഗങ്ങളുമായിട്ട് തമ്മിൽ തല്ലിക്കാൻ കൂടുതലായിട്ടും CPM-മാർ എന്തായാലും മുതിരും. അതാണ് ഇപ്പോ ഈ ശശി തരൂരിന്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളച്ചൊടിച്ച് അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതലായിട്ടും ഇവർക്ക് അനുകൂലമായിട്ടേ നടക്കുള്ളൂ. അതിപ്പോ ഇലക്ഷന്റെ കാര്യത്തിലാണെങ്കിലും CPM-നായിരിക്കും കൂടുതലായിട്ട് അത് പിന്തുണയ്ക്കുക. അതെ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ പ്രതികരിച്ചുകൊണ്ട് വന്നിട്ടുള്ള തോമസ് ഐസക് ആയാലും ബാക്കി CPM നേതാക്കളൊക്കെ ആയാലും അവർ കൂടുതൽ പിന്തുണയാണ് ശശി തരൂരിന് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ നല്ല കാര്യമാണ് പറയുന്നത്. അങ്ങനെ അതിനെ പിന്തുണച്ച് കുറച്ചും കൂടി അവരിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് പക്ഷെ കോൺഗ്രസ്സുകാരെന്താണ്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താന്ന് വെച്ചാൽ പരിശോധിക്കും, അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും, അദ്ദേഹം കോൺഗ്രസ് വിട്ട് പോകില്ല, അങ്ങനത്തെ നിലപാടുണ്ട്. അകത്ത് തന്നെ ചില പേര് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു
എന്നുള്ളൊരിതുണ്ട്. ഒരു പാർട്ടിയിൽ ഒരാൾ അംഗമാണ് അല്ലെങ്കിൽ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു എന്ന നിലയ്ക്ക് എന്താ വേറൊരു പാർട്ടിയെ എന്താ അനുകൂലിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതെ. അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിലാണ് അദ്ദേഹം എന്താ രാഹുൽ ഗാന്ധിയെ കാണാൻ പോയത്. ഈ ഒരു വിഷയം ഇങ്ങനെ എന്തിന് ഇങ്ങനെ ഒരു വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണ്ടേ എന്നുള്ള ഒരു കാര്യം എടുത്തിട്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണുകയും അവർ തമ്മിൽ പിന്നീട് ഒരു എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയ എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ കാറിലാണ് ശശി തരൂർ തിരിച്ചു പോയത്. അപ്പൊ അവർ തമ്മിൽ എന്ത് സംസാരിച്ചു അല്ലെങ്കിൽ എന്ത് ധാരണയിൽ വന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. അത് സസ്പെൻസ് ആണ് ഇപ്പോഴും. അപ്പോൾ ഇനി വരുന്ന ഇതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കുറച്ചും കൂടെ അർഹതയുള്ളത് ശശി തരൂരിന് തന്നെയാണ് മറ്റ് പാർട്ടി മെമ്പേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും എങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ അതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് മുഖ്യമാണ്, ജനങ്ങളെ അറിയുന്ന ഒരു മുഖ്യമാണ്, എഡ്യൂക്കേഷൻ മുഖ്യമാണ്. എല്ലാം കൂടിയുള്ള ഒരു ഘടകങ്ങളുള്ള ഒരു വ്യക്തി അവർ കോൺഗ്രസിൽ തന്നെ ഉണ്ട്. അതാരാന്ന് അവർ തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്ത് ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മളിപ്പോൾ ശശി തരൂർ വരണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അവരും കൂടെ ഡിസൈഡ് ചെയ്ത് ഇതുപോലെ ഒഫീഷ്യലി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല. കോൺഗ്രസിൽ ഈയിടെയായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് അവരിലായിട്ട് മാത്രം ഒതുക്കി തീർത്തില്ലെങ്കിൽ മറ്റു പാർട്ടികൾ അത് മുതലെടുക്കുന്നുള്ള കാര്യം ഒരു ശരിക്കും ചിന്തിക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഒരിക്കലും CPM ഇദ്ദേഹം പോവില്ല. കാരണം CPM ഒരിക്കലും പുതിയൊരാളെ മുഖ്യമന്ത്രി ആക്കില്ല. അത് അവരുടെ നയമല്ല. ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ, തുക നൽകുള്ളൂ. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലെ നല്ല നല്ല നേതാക്കൾ വരട്ടെ, മുമ്പോട്ട് വരട്ടെ. അതുപോലെ തന്നെ ശശി തരൂർ ഇപ്പം തന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കും അങ്ങനെ പറഞ്ഞത് തന്നെ വളച്ചൊടിച്ചതിൽ, പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് അയാൾ ഒരു എഴുത്തുകാരനാണ്, വായനാ ലോകം അല്ലെങ്കിൽ അങ്ങനത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിനെയാണ് മറ്റൊരു രീതിയിൽ CPM പോകും അല്ലെങ്കിൽ BJP പോകും എന്ന രീതിയിൽ വന്നത്. അദ്ദേഹം 1998 തന്നെ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതും ഇന്ത്യയുടെ നല്ല ആശയങ്ങളോട് കൂടിയിട്ടുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുള്ളത് പൊതുസമൂഹത്തിന്. അപ്പൊ അങ്ങനെയുള്ള അത്രയും നല്ല ഒരു നേതാവിനെ നമ്മളെ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഉപകരിച്ചൂടാ? അങ്ങനെ മുഖ്യമന്ത്രിയായി വരുന്നതിൽ എന്തുകൊണ്ട് നമുക്ക് അനുകൂലിച്ചൂടാ? അദ്ദേഹം പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തിനുള്ള സ്ഥാനങ്ങളൊന്നും അത്ര തൃപ്തികരമല്ല എന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി ആവണമെന്ന് വളച്ചൊടിച്ചിട്ടാണ് എന്നാൽ ഈ ഒരു വിഷയത്തോട്ട് വന്നിരിക്കുന്നത്. പറയാതെ പറഞ്ഞു എന്നാണ് ബാക്കിയുള്ളവരെല്ലാവരും വിമർശിക്കുന്നത് ഇദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവാനുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടട്ടെ. ഇനി അടുത്തൊരു എപ്പോഴും ഈ CPM തന്നെ ഭരിച്ച് ഭരണത്തിൽ എന്തായാലും മാറ്റങ്ങൾ അനിവാര്യമാണ്. എപ്പോഴും ഒരേ പാർട്ടിക്കാർ ഭരിച്ചാൽ തന്നെ അത് ഭയങ്കര ബോറായിട്ട് പോകും. അപ്പൊ പുതിയൊരു നേതാവ് വരട്ടെ, ശശി തരൂരിനെ പോലെ നല്ലൊരു നേതാവ് വരട്ടെ.